ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയന്റെ വിനീതമായ നമസ്കാരം. ഗൗരവഭാഗവത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗൗരവഭാഗവതം തുടരാം. രാവിലെ പുണ്ടരിക് വിദ്യാനിധിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ആരാണ് പുണ്ടരിക് വിദ്യാനിധി? ശ്രീമതി രാധാറാണിയുടെ അച്ഛൻ വൃഷഭാനുവിന്റെ അവതാരമാണ്. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ പുണ്ടരിക് വിദ്യാനിധിയായിട്ട് വരികയാണ്. അദ്ദേഹത്തിന്റെ ഭക്തി ലക്ഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ സമ്പന്നനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും, ഒരുപാട് ആർഭാടത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം തികഞ്ഞൊരു ഭക്തനായിരുന്നു പുണ്ടരിക് വിദ്യാനിധി. അതാണ് നമ്മൾ ഇന്ന് രാവിലത്തെ ചർച്ചയിൽ പഠിച്ചത്. രാവിലത്തെ സത്സംഗം കേൾക്കാത്ത ഭക്തർ തീർച്ചയായിട്ടും കേൾക്കണം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ നമ്മുടെ ഹൃദയത്തെ ഒരുപാട് പരിശുദ്ധീകരിക്കും. പുണ്ടരിക് വിദ്യാനിധിക്ക് ജയ്. നമ്മൾ മലയാളികൾ ഈ പേരുകളൊക്കെ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് പോലും. പക്ഷേ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഈ ലോകത്ത് നടന്നിരിക്കുന്നുണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പേ. പൊതുവെ ഈ ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മെല്ലെ മെല്ലെയാണല്ലോ അറിയുന്നത്. എന്തായാലും നമുക്കിത് അറിയാൻ കഴിഞ്ഞത് തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വലിയൊരു കാരുണ്യമാണ്. ഇനി നമുക്ക് വളരെ തീവ്രമായിട്ട് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ ചർച്ച ചെയ്യാം. എല്ലാവരും റെഡിയല്ലേ? ചർച്ച തുടരാൻ നമുക്കല്ലേ? ഗൗർ പൂർണിമയ്ക്ക് മുമ്പായിട്ട് ചൈതന്യ മഹാപ്രഭു അനുഗ്രഹിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ലീലകളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇതൊരു ഗ്രന്ഥമായിട്ടും വരാൻ ശ്രമം നടത്താം. എല്ലാം മഹാപ്രഭു തന്നെ തീരുമാനിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തഥോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിതി നാമിനി. നമാചാര്യപാദായ തായ്പദായിനി ഗൗരഗദാദാമധായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനി. ശ്രീവാഷവാനവീ ദേവി വേദായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാന ദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരതാപ സിദ്ധാന്ത ദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗപരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദേശസജ്ജനപ്രിയ വൈഷ്ണവ സർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ.
पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकम्। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। जयदां सुरतो पङ्गोर्मम मन्दमदेर्गति मत्सर्वस्व पादाम्भोजो राधा मदनमोहनो दिव्यद्वन्द्वारण्यकल्पद्रुमदः श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीरघोविन्ददेवो प्रेष्ठानभिसेव्यमानस्मरामि। श्रीमन्रासरसारम्भी वंशीवरत्तरस्थिता कर्षन् वेणुस्वनेर्गोपिर्गोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे। मुखं करोति वाचालं पङ्गुं लङ्घयति गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। जय सच्चिदानन्द गौर हरि, जय सच्चिदानन्द गौर हरि। गौरा गौरा गौर हरि, जय सच्चिदानन्द गौर हरि, जय सच्चिदानन्द गौर हरि, जय सच्चिदानन्द गौर हरि। गौरा गौरा गौर हरि, गौरा गौरा गौर हरि, जय सच्चिदानन्द 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 गौर हरि। गौरा गौरा गौर हरि, गौरा गौरा गौर हरि, जय सच्चिदानन्द गौर हरि, जय सच्चिदानन्द गौर हरि। गौरा गौरा गौर हरि, गौरा गौरा गौर हरि, जय सच्चिदानन्द गौर हरि, जय सच्चिदानन्द गौर हरि। गौरा गौरा गौर हरि, गौरा गौरा गौर हरि, जय सच्चिदानन्द गौर हरि, जय सच्चिदानन्द गौर हरि। गौरा गौरा गौर हरि, गौरा गौरा गौर हरि, जय सच्चिदानन्द गौर हरि, जय सच्चिदानन्द गौर हरि। गौरा गौरा गौर हरि, गौरा गौरा गौर हरि, जय सच्चिदानन्द
ഗൗരഹരി. നമുക്ക് ചർച്ച തുടരാം. ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ സാരംഗ ഠാക്കൂർ എന്ന് പറയുന്ന ഒരു ഭക്തരുണ്ടായിരുന്നു. പല പ്രാവശ്യവും ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് ശിഷ്യരെ സ്വീകരിക്കണമെന്നൊക്കെ. പക്ഷേ സാരംഗ ഠാക്കൂർ അതിന് തയ്യാറായില്ല. പക്ഷെ തുടർച്ചയായിട്ട് ഭഗവാൻ നിർബന്ധിച്ചപ്പോ സാരംഗ ഠാക്കൂർ പറഞ്ഞു, നാളെ ഞാൻ ആരെയാണോ ആദ്യം കാണുന്നത് ആ വ്യക്തിക്ക് ഞാൻ ദീക്ഷ കൊടുക്കും. എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ ഗംഗാ തീരത്ത് പോവും, ഗംഗാ സ്നാനം ചെയ്യാൻ. നല്ല ഇരുട്ടായിരുന്നു. അന്നേരം അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് കുളിക്കുന്ന ആരാണെന്ന് ഒന്നും കാണാൻ പറ്റിയില്ല. എന്തിനോ തട്ടി. അന്നേരം ഏതൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞാൻ ആദ്യം കണ്ട വ്യക്തി. ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പം ഈ വ്യക്തിയാണ് ഞാൻ ആദ്യം കണ്ടത്. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാനൊന്നും പറ്റുന്നില്ലേ, അതുകൊണ്ട് ഈ വ്യക്തിക്ക് ഞാൻ ദീക്ഷ കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരു ശവമായിരുന്നു. ഹരേ കൃഷ്ണ. അന്നേരം ഈ ശവം വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കുകയായിരുന്നു, പൊങ്ങി ഇങ്ങനെ ഒഴുകി വരികയായിരുന്നു. അന്നേരം ഇദ്ദേഹം അതിരാവിലെ ചൈതന്യ മഹാപ്രഭു നിർബന്ധിച്ചു, നീ എല്ലാവർക്കും ദീക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇദ്ദേഹം കുളിക്കാൻ പോയപ്പോ ആദ്യം കാണുന്നത് ആദ്യം ആരെയാണോ കാണുന്നത് ആൾക്ക് ദീക്ഷ കൊടുക്കാന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്തോ ഒരു സാധനം ഒന്ന് തട്ടി. അന്നേരം അദ്ദേഹം വിചാരിച്ചു ആരോ നീന്തി ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് അന്നേരം ഇദ്ദേഹത്തിന് തന്നെ ആദ്യം ദീക്ഷ കൊടുക്കാന്ന് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്തു, ആ വ്യക്തി അടുത്തോട്ട് ചേർത്ത് പിടിച്ചിട്ട് ചെവിയില് ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞു കൊടുത്തു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. അന്നേരം ഈ വ്യക്തിയാണെങ്കിൽ എത്രയോ മുമ്പേ മരിച്ചതാണ്. പക്ഷേ ഇദ്ദേഹം ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച ഉടൻ തന്നെ ആ ശവത്തിന് ജീവൻ വെച്ചു. അങ്ങനെ ദീക്ഷ കൊടുത്തു. പേര് മുരാരി ചൈതന്യ. ശവത്തിന് വരെ ദീക്ഷ കൊടുത്തു എന്നുള്ളതാണ്. ഹരി ബോൾ. ഉടനെ ജീവൻ തിരിച്ചു കിട്ടി. ഉടൻ തന്നെ ചൈതന്യ മുരാരി എന്നും പറയും, മുരാരി ചൈതന്യ എന്ന് പറയും. അന്നേരം ദീക്ഷ കിട്ടിയ ഉടനെ തന്നെ ജീവൻ വെച്ചു. എന്നിട്ട് മുരാരി ചൈതന്യ ഗംഗാ തീരത്തായിട്ട് വന്നു, ഗുരുവിന്റെ മുമ്പിൽ നമസ്കരിച്ചു. എന്നിട്ട് സാരംഗ ഠാക്കൂറിന്റെ തൃപ്പാദങ്ങൾ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് വീണ്ടും പുനർജീവൻ നൽകി. അവരുടെ ആ മുരാരി ചൈതന്യയുടെ അച്ഛനും അമ്മയും മനസ്സിലാക്കി മുരാരി ചൈതന്യ ജീവനോടെ ഉണ്ടെന്ന്. അന്നേരം അവരെല്ലാം അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ നീ എങ്ങനെയെങ്കിലും വീട്ടിൽ തിരിച്ചു എത്തണമെന്ന് പറഞ്ഞു. അന്നേരം ചെറുപ്രായമായിരുന്നു മുരാരി ചൈതന്യ. മുരാരി ചൈതന്യ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ജീവൻ നൽകി, എനിക്ക് ജീവിതം നൽകി, നിങ്ങളാണ് എൻ്റെ അച്ഛനും അമ്മയും, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞു.
അതുകൊണ്ട് പക്ഷെ രണ്ടാമത് എനിക്ക് ജീവൻ നൽകിയത് എൻ്റെ ഗുരുവാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന എൻ്റെ ഗുരുവാണ്. അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ താല്പര്യമില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ഈ മുരാരി ചൈതന്യയെ കുറിച്ച് വേറൊരു സംഭവം കൂടെ പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു പുലി ഇങ്ങനെ ഗർജിച്ചുകൊണ്ട് മുരാരി ചൈതന്യയുടെ അടുത്ത് വന്നു. മുരാരി ചൈതന്യ ഉടനെ ആ പുലിയുടെ കർണക്കുറ്റിയൊക്കെ ഒരടി അടിച്ചിട്ട് പറഞ്ഞ് നാമം ജപിക്കടാ, ഹരേ കൃഷ്ണ ജപിക്കടാന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ പുലി ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ പുലിയാണെങ്കിൽ പൂച്ചക്കുട്ടിയെ പോലെ മുരാരി ചൈതന്യയുടെ കൂട്ടത്തിൽ എപ്പോഴും നടക്കും. എന്നിട്ട് എപ്പോഴും ആ പുലി ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഗ്രാമത്തിൽ മുരാരി ചൈതന്യം വരുമ്പോഴത്തേക്ക് ആ പുലിപ്പുറത്ത് കയറിയിട്ടാണ് വരുന്നത്. ഇതെല്ലാം കണ്ടിട്ട് ആൾക്കാർക്ക് വലിയ അത്ഭുതമായിട്ടുണ്ട്. ചില സമയത്ത് ഒരു മലമ്പാമ്പിനെ കാണും. അന്നേരം മലമ്പാമ്പിന്റെ അടുത്തും പറയാം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ. അന്നേരം മലമ്പാമ്പും ജപിച്ചു കൊടുക്കും. എന്നിട്ട് ആ മലമ്പാമ്പിനെയൊക്കെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയാണ് സാറംഘട്ട മുരാരി ചൈതന്യം നടക്കുന്നത്. സാരംഗ ഠാക്കൂറിന് ഒരേ ഒരു ശിഷ്യനെ ഉള്ളായിരുന്നു, മുരാരി ചൈതന്യം. പക്ഷെ മുരാരി ചൈതന്യക്കാണെങ്കിൽ ആയിരക്കണക്കിന് ശിഷ്യരാണ്. പുലികളും വന്യമൃഗങ്ങള്, പാമ്പുകള്, ഇവരൊക്കെയാണ് സാരംഗ ഠാക്കൂറിന്റെ ശിഷ്യൻ. എന്നിട്ട് ചില സമയത്ത് അവിടെ ജപിക്കാനൊന്നും അത്ര ഭയങ്കര മറ്റാൾക്കാരുടെ ശല്യമാണെന്ന് പറയുമ്പോൾ മുരാരി ചൈതന്യ നേരെ ഗംഗാ നദിയുടെ ഉള്ളിലേക്ക് പോകും. വെള്ളത്തിന്റെ അടിയിൽ പോയി എത്രയോ ദിവസങ്ങൾ അവിടെ ഇരുന്നിട്ടായിരിക്കും ജപിക്കുന്നത്. മുരാരി ചൈതന്യ കി ജയ്, സാരംഗ് ഠാക്കൂർ കി ജയ്. ഒരു ശിഷ്യനേ ഉള്ളൂ, പക്ഷെ ആ ശിഷ്യൻ കിടില്ല അല്ലേ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് അടുത്ത ലീലയിലേക്ക് കിടക്കാം. ഇങ്ങനെയുണ്ട് മുരാരി ചൈതന്യ, സാരംഗ ഠാക്കൂർ, കിടിലോ അല്ലേ. എല്ലാവർക്കും സാരംഗ ഠാക്കൂറിനെയും മുരാരി ചൈതന്യ ഇഷ്ടപ്പെട്ടെങ്കിൽ മുരാരി ചൈതന്യ കി ജയ് എന്ന് എല്ലാവരും ടൈപ്പ് ചെയ്യൂ. സാരംഗ ഠാക്കൂർ കി ജയ്. നിർത്തും. നമുക്ക് ചർച്ച തുടരാം. ഇനി
അടുത്ത ലീലയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നവദ്വീപ് എന്ന് പറയുന്നത് വലിയൊരു രാജ്യമായിരുന്നു. അവിടെ ഒരുപാട് ഭടന്മാര് സേവനത്തിനായിട്ടുണ്ടായിരുന്നു. അതെല്ലാം നവാബിന്റെയൊക്കെ ഭടന്മാരായിരുന്നു. അപ്പോൾ ഭക്തരുടെ ഈ സങ്കീർത്തനമൊന്നും ഇഷ്ടപ്പെടാത്ത അസൂയാലുക്കളായിട്ടുള്ള കുറെ ബ്രാഹ്മണരുണ്ടായിരുന്നു. അന്നേരം ചില അസൂയാലുക്കളായിട്ടുള്ള ബ്രാഹ്മണര് പുതിയ പുതിയ ഭടന്മാര് വരുന്നതൊക്കെ കാണുമ്പോൾ വലിയ കൂട്ടത്തോടെ സൈന്യ സന്നാഹങ്ങൾ വരുന്ന സമയത്ത് ശ്രീവാസ് ഠാക്കൂറിനെ പേടിപ്പിക്കാനായിട്ട് അവിടെ ചെന്നിട്ട് പറയും, നീ കാരണമാണ് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കുന്നത്. നീ ഇപ്പോൾ ഹരേകൃഷ്ണ മന്ത്രം ജപിക്കുന്നുകൊണ്ടാണ് രാജാവ് ഇപ്പം സൈനികരെ അയച്ചിരിക്കുകയാണ് എല്ലാ ഹിന്ദുക്കളെയും ബന്ദിയാക്കാൻ വേണ്ടി. നീ കാരണം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകാൻ പോവാണ്. ഇത് കേട്ടിട്ട് ശ്രീവാസ് ഠാക്കൂറിന് വലിയ വിഷമമാണ്. ഉടൻ തന്നെ അദ്ദേഹം വാതിലടിച്ച് നരസിംഹദേവ് ഉഗ്രം വീരം മഹാവിഷ്ണു ശ്രീ നരസിംഹ ജയ നരസിംഹ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എല്ലാ ഹിന്ദുക്കളെയും സംരക്ഷിക്കണേ, ഞാൻ കാരണമാണല്ലോ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ഞാൻ കാരണം ഇവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നേ. അതായത് ശ്രീവാസ് ഠാക്കൂർ എന്ന് പറഞ്ഞ വളരെ പാവപ്പെട്ട ഭക്തനാണ്. അതുകൊണ്ട് ആരെന്ത് വന്ന് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞാലും ആളങ്ങ് വിശ്വസിക്കുകയാണ്. വളരെ ഒരു പാവപ്പെട്ട ഒരു ഭക്തനായിരുന്നു. എന്നിട്ട് യഥാർത്ഥത്തിൽ ബ്രാഹ്മണർക്ക് പോലും അറിഞ്ഞുകൂടെ ഈ സൈനികരെല്ലാവരും എന്തിനു വേണ്ടിയാ വന്നതെന്ന്. അവരെപ്പോഴും ഇങ്ങനെ പേടിച്ചുകൊണ്ടേയിരിക്കും, നീ കാരണമാണ് പ്രശ്നം ഉണ്ടാവും, നീ പ്രശ്നം ഉണ്ടാവുന്നു. അതുകൊണ്ട് ശ്രീവാസ് ഠാക്കൂറിന് എപ്പോഴും പേടിയായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു ശ്രീവാസിന്റെ വീട്ടിൽ വന്ന് വാതിൽ തട്ടി എന്നിട്ട് പറഞ്ഞു, ശ്രീവാസ് നീ ആർക്ക് വേണ്ടിയാണോ നാമം ജപിക്കുന്ന ആള് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. വാതിൽ തുറക്കുമ്പോൾ ഭഗവാൻ ശംഖചക്ര ഗദാപത്മത്തോടു കൂടി വിഷ്ണു രൂപത്തിലായിട്ട് കാണും. ഇത് കണ്ടിട്ട് ശ്രീവാസനും രോമാഞ്ചം വരും, സാഷ്ടാംഗം നമസ്കരിക്കും. എന്നിട്ട് പറഞ്ഞു, നീ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആർക്കും ഈ സങ്കീർത്തനത്തെ പ്രസ്ഥാനത്തിന് തടയാൻ കഴിയില്ല. നീ എന്തിനാ ഇത്ര ഭയപ്പെടുന്നത്? സങ്കീർത്തന പ്രസ്ഥാനം ഒരിക്കലും തടസ്സപ്പെടത്തില്ല എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. ശ്രീവാസ് ഠാക്കൂർ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നാരദ മഹർഷിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളെല്ലാവരും ആ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നമുക്കും പേടിക്കേണ്ട ആവശ്യമില്ല. ചൈതന്യ മഹാപ്രഭു എപ്പോഴും നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും, ഈ പ്രസ്ഥാനത്തിനെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഗോലോകം ട്രസ്റ്റും അതുകൊണ്ടാണ് നിലനിൽക്കുന്നത്, ചൈതന്യ മഹാപ്രഭുവിന്റെ സംരക്ഷണത്തിലാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് യോഗ്യതയാണ് ഇവർ പ്രചരണം ചെയ്യാനായിട്ട്, അല്ലേ? ഇനി ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തൊരു സ്പെഷ്യൽ ഭക്തനാണ് വാസുദേവ് ദത്ത്. വാസുദേവ് ദത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും കർമ്മം സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ഒരിക്കൽ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ബദ്ധാത്മാക്കളുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് കൃഷ്ണപ്രേമം എന്തിനു ആസ്വദിക്കണം? അവർക്കെല്ലാം കൃഷ്ണപ്രേമം കിട്ടട്ടെ, അവരുടെ എല്ലാം പാപം എനിക്ക് ലഭിക്കട്ടെ, അവർക്കെല്ലാം കൃഷ്ണപ്രേമം ലഭിക്കട്ടെ, അവർക്കെല്ലാം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ അവർക്കെല്ലാം ആ ഭക്തി ഭാവം ലഭിക്കട്ടെ എന്ന് ഞാൻ യാചിക്കുകയാണെന്ന് വാസുദേവ് ദത്ത് ചൈതന്യ മഹാപ്രഭുവോട് പറഞ്ഞു. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും ദുഃഖം സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ നിന്നെ ദുഃഖം അനുഭവിക്കാൻ എങ്ങനെയാണ് വിടുക? നീ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ അവരെ എല്ലാവരെയും മുക്തരാക്കിയിരിക്കുന്നു എന്ന് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. അതായത് ഇത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അതായത് ആചാര്യന്മാർ പറയുന്നത് 500 വർഷങ്ങൾക്ക് മുമ്പേ വാസുദേവ് ദത്ത് പ്രാർത്ഥിച്ച സമയത്ത് ആ സമയത്ത് 14 ലോകങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ ജീവാത്മാക്കളെയും ചൈതന്യ മഹാപ്രഭു
ഒറ്റ നിമിഷം കൊണ്ട് മുക്തി കൊടുത്തു എന്നാണ് പറയുന്നത്. ആ 14 ലോകങ്ങളിലുള്ള എല്ലാ ജീവാത്മാക്കളെയും ഒറ്റ നിമിഷം കൊണ്ട് മുക്തരാക്കി ചൈതന്യ മഹാപ്രഭു. ഒരു ഭക്തൻ പറഞ്ഞതുകൊണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും, അന്നേരം ആൾക്കാരൊന്നും ഇല്ലായിരുന്നോ? പിന്നെയുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി? അതായത് ആ ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാക്കൾക്ക് പോലും മനസ്സിലായില്ല എന്താ സംഭവിച്ചതെന്ന്. ഒറ്റ നിമിഷം കൊണ്ട് ആ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാക്കൾ എല്ലാവരും ഭഗവാന്റെ ലോകത്തേക്ക് പോയി. എന്നിട്ട് ആ ഒറ്റ നിമിഷം കൊണ്ട് അതിനകത്ത് അവരുടെ കർമ്മം അനുസരിച്ച് അനുഭവിക്കാൻ യോഗമുള്ള, അതായത് ഈ കർമ്മബന്ധനങ്ങളിൽ അനുഭവിക്കാൻ യോഗമുള്ള ആ ജീവാത്മാക്കൾ പ്രവേശിച്ചു എന്നുള്ളതാണ്. അത് ഒറ്റയടിക്ക് ആത്മാക്കൾ ട്രാൻസ്ഫർ ആയി എന്നുള്ളതാണ്. ഒരു ശരീരത്തിൽ നിന്നും അതിന്റെ ഒറിജിനൽ ആത്മാവ് പോവുകയും ചെയ്ത് പുതിയ ആത്മാവ് കയറുകയും ചെയ്തു. അതാണ് ചൈതന്യ മഹാപ്രഭു, അതാണ് വാസുദേവ് ദത്ത്. ഇത് 500 വർഷം മുമ്പേ നടന്നു എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ ചിലവർക്ക് ചിലപ്പം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നടന്നു. എന്തുകൊണ്ട് നടക്കത്തില്ല? ഒറ്റ ശ്വാസം കൊണ്ട് എത്രയോ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്ന ആളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണു എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു അംശം മാത്രമാണ്. ഒന്ന് ആലോചിച്ചു. അതായത് വാസുദേവ് ദത്ത് ഒന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരുടെയും കർമ്മങ്ങൾ എനിക്ക് തരൂ ഭഗവാനെ. എന്നിട്ട് അവർക്ക് എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കുന്നു. അവർക്ക് വേണ്ടി ഞാൻ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കാൻ തയ്യാറാണെന്ന്. ഉടനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് മാത്രം ഞാൻ എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കുകയാണെന്ന്. ഒറ്റ നിമിഷം കൊണ്ട് കൃഷ്ണപ്രേമം കൊടുത്തു. അവരെല്ലാവരും ഭഗവാന്റെ ലോകത്തേക്ക്. എന്നിട്ട് അവരുടെ സ്ഥാനത്ത് പുതിയ ജീവാത്മാക്കൾ വരികയാണ്. ആത്മാക്കൾ പോയതും തിരിച്ച ആത്മാക്കൾ കയറിയതും ആരും അറിഞ്ഞത് പോലുമില്ല. ആ ശരീരത്തിനകത്തിരിക്കുന്ന ആത്മാക്കൾ പോലും തിരിച്ചറിഞ്ഞില്ല. അത്രയ്ക്ക് പെട്ടെന്നായിരുന്നു കാര്യങ്ങളാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭുവിന് നമ്മളെയൊക്കെ ഗോലോകത്ത് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സിമ്പിൾ കാര്യമാണ്. ഒറ്റ നിമിഷം കൊണ്ട് ഒരു ബ്രഹ്മാണ്ടം മൊത്തം കാലിയാക്കി ചൈതന്യ മഹാപ്രഭു. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് മനുഷ്യര് മാത്രമല്ല, മൃഗങ്ങള്, 84 ലക്ഷം ജീവിവർഗങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. 84 ലക്ഷം ജീവിവർഗങ്ങളെ ഒറ്റ നിമിഷം കൊണ്ട് ചൈതന്യ മഹാപ്രഭു കാലിയാക്കി എന്നുള്ളത്. ദേവന്മാര്, കിന്നരന്മാര്, രാക്ഷസന്മാര്, ഗന്ധർവന്മാര്, ബ്രഹ്മദേവൻ അടക്കം എല്ലാരെയും എംപ്റ്റി ചെയ്തു. എന്തുവല്ലേ? ഹരേ കൃഷ്ണ. വാസുദേവ് ദത്ത് കീ ജയ്. ഒരിക്കൽ ചൈതന്യ മഹാപ്രഭു സങ്കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സങ്കീർത്തനം ചെയ്ത് എല്ലാ ഭക്തരും വളരെയധികം തളർന്നിരിക്കുകയാണ്. ഇവിടെ ഭക്ഷണമൊന്നുമില്ലായിരുന്നു. ഉടനെ ഭഗവാൻ പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഭക്തൻ പറഞ്ഞു, ഒരു മാങ്ങ മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് ഭക്തരുണ്ട്, എല്ലാവരും സങ്കീർത്തനത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്, ഒരു മാങ്ങ മാത്രമേ ഉള്ളായിരുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? ആ മാങ്ങ കഴിച്ചു. എന്നിട്ട് മാങ്ങാണ്ടി എടുത്ത് മണ്ണിൽ കുഴിച്ചിട്ടു. ഉടൻ തന്നെ ഭഗവാൻ സ്പർശിച്ച ഉടൻ തന്നെ എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ച് അത് വലിയൊരു മരമായിട്ട് മാറി. നിമിഷങ്ങൾക്ക് വലിയൊരു മരമായിട്ട് മാറി. ആ മരത്തിന്റെ ഓരോ കൊമ്പുകളുടെ ഓരോരോ അറ്റത്തും ഓരോരോ സ്ഥലത്തും, അതായത് നമുക്ക് എണ്ണാൻ പോലും പറ്റത്തില്ല, അത്രയ്ക്ക് മാങ്ങകൾ അതിലിങ്ങനെ പഴുത്തിങ്ങനെ നിൽക്കുകയായിരുന്നുള്ളത്. എന്നിട്ട് ആ മാങ്ങയ്ക്കാണെങ്കിൽ തൊലിയില്ല, മാങ്ങണ്ടിയില്ല. അതുകൂടാതെ വലിയ മാങ്ങയായിരുന്നു. എന്നിട്ട് ആ മരം മൊത്തം മാങ്ങകളെ കൊണ്ട് നിറഞ്ഞു എന്നുള്ള, ഇലകളും ഇല്ല, ഒന്നുമില്ല.
മാങ്ങകൾ മാത്രം. ഒന്നാലോചിച്ചു. എന്നിട്ട് എല്ലാവരും അതിൽ നിന്ന് ഇഷ്ടംപോലെ മാങ്ങകൾ കഴിച്ചു. മാങ്ങ കഴിച്ച് എന്നിട്ട് വീണ്ടും എല്ലാവരും സങ്കീർത്തനത്തിൽ പങ്കെടുത്തു. ഇത് നമുക്ക് ചർച്ച തുടരാം. ചൈതന്യ മഹാപ്രഭു ശ്രീമദ് ഭാഗവത്തിലെ ഒരു ശ്ലോകമുണ്ട്. 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. ആത്മാരാമശ്ച മുനയോ എന്ന് പറയുന്ന ആ ശ്ലോകം. ചൈതന്യ മഹാപ്രഭു പല പല സന്ദർഭങ്ങളിലായിട്ട് ഈ ശ്ലോകത്തെ പല പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആത്മാരാമ ശ്ലോകം എന്നാണ് ഈ ശ്ലോകത്തെ അറിയപ്പെടുന്നത്. 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. ഇത് നമുക്കൊന്ന് എടുക്കാം. ഒരു മിനിറ്റ്. ശ്രീമദ് ഭാഗവത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. സൂത ഋഷി ശൗനകാദി ഋഷികളോട് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് നോക്കാം. സൂത ഉവാച ആത്മാ രാമശ്ച മുനയോ നിർഗ്രന്ഥവി ഉരുക്രമേ കുർവന്തി അഹേതുകീം ഭക്തിം ഇത്തം ഭൂതഗുണോ ഹരി. ആത്മാരാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ തന്നെ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തികൾ. ആത്മാരാമശ്ച മുനയോ, ആത്മാരാമന്മാരാകട്ടെ ഋഷിമാരാകട്ടെ നിർഗ്രന്ഥ, അതായത് ബന്ധനങ്ങളിൽ നിന്ന് മുക്തരായവർ, ഉരുക്രമേ അങ്ങനെയുള്ള സാഹസികത ചെയ്യുന്നവർ, അതായത് കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ള വ്യക്തികൾ എന്താ ചെയ്യുന്നത്? അഹേതുകീം ഭക്തിയും, ഹരിയുടെ അഹേതുകീ ഭക്തിയിലേക്ക് ഏർപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിലിരിക്കുന്ന എല്ലാവരും, കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചിതരായ വ്യക്തികൾ പോലും, അവരെല്ലാവരും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമെന്നാണ്. അതായത് മുക്തരായിട്ടുള്ള വ്യക്തികൾ പോലും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമെന്നാണ്. അതായത് പൊതുവെ ചില വ്യക്തികൾ വിചാരിക്കും മോക്ഷം കിട്ടിയാൽ പിന്നെ ഭക്തിയുടെ ആവശ്യമില്ലെന്ന്. പക്ഷെ ഈ ഒരു ശ്ലോകത്തിലൂടെ സൂത ഋഷി പറയുകയാണ്, മുക്തരായ വ്യക്തികൾ പോലും ഭഗവാന്റെ ഭക്തിയിൽ ഏർപ്പെടുമെന്നാണ്. ഒരു മിനിറ്റ്.
അതായത് മുക്ത അവസ്ഥയിലിരിക്കുന്ന വ്യക്തികൾ പോലും ഭഗവാന്റെ ലീലയിൽ, ഭഗവാന്റെ ഭക്തിയിൽ, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നു. അന്നേരം ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകത്തിന് 64 രീതിയിലാണ് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. ഒരു മഹാരാജ് പറയുന്നു, ആയിരക്കണക്കിന് രീതിയിൽ ഈ ശ്ലോകങ്ങൾ വിശദീകരിക്കാൻ കഴിയും. എന്നാൽ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തി ഭൗതികമായിട്ട് സംതൃപ്തനാണെങ്കിലും ആത്മീയമായിട്ട് സംതൃപ്തനാണെങ്കിലും അവർക്കെല്ലാവർക്കും ഭഗവാനോട് ആകർഷണം തോന്നും എന്നാണ്. അവരെല്ലാം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുമെന്നാണ്. ഇതിന്റെ അർത്ഥം ഭക്തിയാണ് ഏറ്റവും പ്രധാനം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ശ്ലോകം, ആത്മാരാമ ശ്ലോകം, ചൈതന്യ മഹാപ്രഭു സർവഭൗമ ഭട്ടാചാര്യർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് മുന്നോട്ട് നമ്മൾ പഠിക്കും. അന്നേരം ചൈതന്യ മഹാപ്രഭുവിന്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് തെളിവാക്കുന്നതാണ് ഈ ആത്മാരാമ ശ്ലോകം. അതേപോലെ വേറൊരു സംഭവം ഉണ്ടായി. ഒരിക്കൽ കേശവ് കശ്മീരി, അദ്ദേഹം ഭാരതത്തിൽ പല പല സ്ഥലങ്ങളിലും പോയി പല പല വ്യക്തികളെയും പരാജയപ്പെടുത്തുകയായിരുന്നു. പോകുന്നിടത്തെല്ലാം എതിരായിട്ട് നിൽക്കുന്നവരെ തോൽപ്പിച്ചതിന് ശേഷം അവരെല്ലാം ഒപ്പിട്ട് കൊടുക്കും, അങ്ങ് ജയിച്ചു, അങ്ങ് ജയിച്ചു എന്ന്. അങ്ങനെ ഭാരതത്തിലെല്ലാവരെയും തോൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് വളരെയധികം വിഖ്യാതനായി. അദ്ദേഹം വിജയിക്കുന്നതിന്റെ പ്രധാന കാരണം സരസ്വതി ദേവിയുടെ വലിയ ഭക്തനാണ്. സരസ്വതി ദേവിയുടെ വലിയ കടാക്ഷമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ തന്നെ ആരെയും തോൽപ്പിക്കാൻ കഴിയും. അങ്ങനെ അദ്ദേഹം അവസാനം പല ദിക്കുകളും ജയിച്ചതിന് ശേഷം നവദ്വീപിൽ വന്ന് ഏറ്റവും വലിയ പണ്ഡിതന്മാരെ തോൽപ്പിക്കാമെന്ന് കരുതി. കേശവ് കശ്മീരി വരുന്നു എന്നറിഞ്ഞ് പല പല പണ്ഡിതന്മാരും അവിടുന്ന് മുങ്ങി എന്നുള്ളതാണ്. അവരെല്ലാവരും കൂടെ ചേർന്ന് നിമായി പണ്ഡിതനോട് പറഞ്ഞു, നിമായി നീ തന്നെ കാണൂ. കാരണം നിമായി എന്ന് പറയുന്നത് ചെറുപ്പക്കാരനാണ്. അന്നേരം ഈ ലീല നടക്കുന്നത് ഭഗവാന് ഈ ഭക്തിയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതിന് മുമ്പായിരുന്നു. ഓക്കെ, അന്നേരം അവരെ എല്ലാ പണ്ഡിതന്മാരും ചിന്തിച്ചു, ഇത് നമ്മൾ ഒരിക്കൽ സത്സംഗത്തിൽ ചർച്ച ചെയ്ത ലീലയാണ്, പക്ഷെ എന്നാലും നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും വിചാരിച്ചു, അഥവാ നമ്മുടെ നിമായി കേശവ് കശ്മീരെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും വലിയ അഭിമാനമായിരിക്കും. ഇനി നിമായി തോറ്റു കഴിഞ്ഞാൽ അത് നമുക്ക് നാണക്കേടില്ല, കാരണം കൊച്ചുകുട്ടിയല്ലേ. അതായത് ഭഗവാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പെയാണ് ഈ ലീല നടക്കുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ നിമായി പണ്ഡിതുമായിട്ട് കേശവ് കശ്മീരിയും തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നിമായി പണ്ഡിത് കുളിക്കാനായിട്ട് കൂട്ടുകാരുമായിട്ട് നദീതീരത്ത് നിൽക്കുന്ന സമയത്ത് കേശവ് കശ്മീരി അവിടെ എത്തുകയാണ്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു ഉടനെ പറഞ്ഞു, അങ്ങൊരു കാവ്യം രചിക്കാമോ, അങ്ങയിൽ നിന്നൊരു കാവ്യം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേശവ് കശ്മീർ ഉടനെ ഗംഗാ നദിയെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ രചിച്ചു എന്നുള്ളതാണ്. അതായത് ഒറ്റ നിമിഷം കൊണ്ട് 100 ശ്ലോകങ്ങൾ രചിക്കുകയാണ് ഗംഗാ നദിയെക്കുറിച്ച്. എന്നിട്ട് അതിൽ നിന്നും ഒരു ശ്ലോകം എടുത്തിട്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇതിന്റെ നല്ല വശങ്ങളും തെറ്റായിട്ടുള്ള വശങ്ങളും പറയാൻ പറഞ്ഞു. അന്നേരം ഈ 100 ശ്ലോകങ്ങൾ കേശവ് കശ്മീരി രചിച്ചിരുന്നുവെങ്കിലും കേശവ് കശ്മീരിക്ക് സ്വയം ഈ 100 ശ്ലോകങ്ങൾ ഓർമ്മയില്ലായിരുന്നു. രചിച്ച് അങ്ങ് പോയതാണ്. പക്ഷെ അതിൽ നിന്ന് ഒരു ശ്ലോകം കറക്റ്റായിട്ട് ചൈതന്യ മഹാപ്രഭു പിടിച്ചു വെച്ചിരിക്കുന്നു. എന്നിട്ട് അതിലെ നല്ല വശങ്ങളും തെറ്റായിട്ടുള്ള വശങ്ങളും പറയാൻ പറഞ്ഞു. പക്ഷെ കേശവ് കശ്മീരി പറഞ്ഞു, എന്റെ ശ്ലോകങ്ങൾക്ക് ഒരിക്കലും തെറ്റ് സംഭവിക്കാറില്ല. എന്റെ ശ്ലോകങ്ങളെല്ലാം ഏറ്റവും
സമ്പൂർണമാണെന്ന് പറഞ്ഞു. പക്ഷേ ചൈതന്യ മഹാപ്രഭു വളരെ വ്യക്തമായിട്ട് ആ ശ്ലോകത്തിലെ തെറ്റുകളെല്ലാം പറഞ്ഞു. വ്യാകരണപരമായിട്ട് പല പല തെറ്റുകൾ ഉണ്ടായതായിട്ടും അവിടെ പറഞ്ഞു എന്നുള്ളതാണ്. എന്നിട്ട് അതിലെ നല്ല വശങ്ങളും പറഞ്ഞു. അന്നേരം ഇത് നടന്നതോടുകൂടി കേശവ് കശ്മീരിക്ക് വലിയൊരു വിഷമമായി. എന്നിട്ട് ആദ്യമായിട്ടാണ് ആൾ തോൽക്കുന്നത്. അത് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യനിൽ നിന്ന്. കേശവ് കശ്മീരി ഉടൻ തന്നെ വീട്ടിൽ പോയി. എന്നിട്ട് വീണ്ടും വീണ്ടും ചിന്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളെക്കുറിച്ച്. എന്നിട്ട് കേശവ് കശ്മീരി ചിന്തിച്ചു, സരസ്വതി ദേവി എന്താണ് എന്നെ തോൽപ്പിച്ചത്? ഞാൻ ഇത്രയും സരസ്വതി ദേവി പ്രാർത്ഥിക്കുന്നതല്ലേ, എന്നിട്ട് എന്താണ് ഞാൻ നിമായുടെ മുമ്പിൽ തോറ്റത്? ഞാൻ എന്ത് അപരാധം ചെയ്തതാണ്? എന്നിട്ട് അന്ന് രാത്രിയിൽ സരസ്വതി ദേവി നിമായുടെ സ്വപ്നത്തിൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, കേശവ് കശ്മീരി, അങ്ങ് തോറ്റത് ആരുടെ മുമ്പിലാണെന്ന് അറിയാം? നമ്മുടെ എല്ലാവരുടെയും നാഥൻ, എൻ്റെ പ്രിയപ്പെട്ട നാഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ്. അതുകൊണ്ട് അങ്ങയുടെ വലിയ ഭാഗ്യമാണ്, അങ്ങയുടെ പാണ്ഡിത്യത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയാണ് ഇദ്ദേഹം ഭഗവാനുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ. അതുകൊണ്ട് നാളെ തന്നെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കാൻ പറഞ്ഞു. അങ്ങനെ കേശവ് കശ്മീരി പിറ്റേന്ന് നിന്ന് ഭഗവാന്റെ കാൽക്കൽ വീഴുകയാണ്. കേശവ് കശ്മീരി ഭഗവാന്റെ വലിയൊരു ഭക്തനായിട്ട് മാറുകയാണ്. ഇനി ജഗായ് മതയുടെ ലീലകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചൈതന്യ ഭാഗവത്തിൽ ജഗായ് മതയുടെ ലീലയെക്കുറിച്ച് പറയുന്നുണ്ട്. ജഗായ് മത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ദുഷ്ടന്മാരായിരുന്നു. അവർ രണ്ടുപേരും ബ്രാഹ്മണ കുലത്തിലാണ് ജനിച്ചത്. അവർക്ക് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാനും അറിയാമായിരുന്നു. എല്ലാ ദിവസവും അവർ ശാസ്ത്രങ്ങൾ വായിച്ചിട്ട് നോക്കും ഏത് തെറ്റാണ് ചെയ്യേണ്ടത്, ഏത് തെറ്റാ ചെയ്യേണ്ടത്. അതായത് ഏതൊക്കെ തരത്തിലുള്ള നരകങ്ങളെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ടോ, അവിടെ പോകാൻ എന്ത് പാപമാണ് ചെയ്യേണ്ടത്, അതെല്ലാം ഇവർ എണ്ണി എണ്ണി ചെയ്യുമായിരുന്നുള്ളൂ. നിസ്സഹായനായിട്ടുള്ള വ്യക്തിയെ അടിക്കുന്നത് വലിയ പാപമാണെങ്കിൽ അത് തന്നെ ചെയ്യും. എന്നിട്ട് ബ്രാഹ്മണരുടെ പത്നിയെ ദ്രോഹിക്കുന്നത് പാപമാണെങ്കിൽ അതും അവർ ചെയ്യും. ഇങ്ങനെ ഓരോരോ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവർ പാപം ചെയ്ത് യമരാജനെ വരെ കളിയാക്കുന്ന രീതിയിലായിരുന്നു. എന്നിട്ട് യമരാജൻ ഇവിടെ പറയുന്നു, ആചാര്യന്മാർ പറയുന്നു, ഗുരുമഹാരാജ് പറയുകയാണ്, യമരാജൻ പ്രത്യേകം ഒരു നരകം തന്നെ നിർമ്മിച്ചു ഇവർക്ക് വേണ്ടി മാത്രം, ജഗായ് മതയ്ക്ക് വേണ്ടി. പക്ഷേ നിത്യാംപ്രഭുവിന്റെ കാരുണ്യത്താൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ ജഗായ് മതായിക്ക് മോക്ഷം ലഭിക്കാം. യമരാജന്റെ ആ പാപത്തിന്റെ ആ പട്ടികയിൽ നിന്നും, പാപകർമ്മങ്ങളുടെ പട്ടികയിൽ നിന്നും ഇവരുടെ പേര് മാറ്റുകയാണ്. എന്നിട്ട് യമരാജന് തന്നെ വലിയ അത്ഭുതമായി. ഇത്രയും വലിയ പാപികൾ, ഇവിടെ പറയുന്നു ജഗായ് മതായി ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ അത് എഴുതി വെക്കാൻ തന്നെ 27 മുറികൾ വേണ്ടി വന്നു എന്ന് പറഞ്ഞു. 27 വലിയ വലിയ മുറികൾ നിറയെ ഇവർ ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾ എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാംപ്രഭുവിന്റെയും കാരുണ്യം ലഭിച്ചതോടുകൂടി അവരുടെ എല്ലാ പാപങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിച്ചു എന്നുള്ളതാണ്. അന്നേരം യമരാജ് ഇത് കേട്ടപ്പോ യമരാജൻ ബോധം കെട്ട് വീണെന്നുള്ളതാണ്. അന്നേരം കൂട്ടത്തിലുള്ള യമദൂതന്മാരെല്ലാം യമരാജനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് മഹാദേവൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അന്നേരം മഹാദേവൻ പറഞ്ഞു യമദൂതന്മാരോട്, യമരാജൻ ബോധം കെട്ട് പോയതല്ല, അദ്ദേഹത്തിന് ഭക്തിഭാവം കൊണ്ട് ആ ഉന്മാദ അവസ്ഥയിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞു.
ഭഗവാനോടുള്ള ആ കാരുണ്യം, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച്, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്ത് യമരാജൻ ബോധം കെട്ട് വീണതാണെന്ന് പറഞ്ഞു. എന്നിട്ട് യമരാജൻ ചിന്തിക്കുമായിരുന്നു, എത്ര വലിയ പാപകർമ്മങ്ങൾ ചെയ്തവരാണ്. അവരുടെ പാപങ്ങൾ എഴുതിയപ്പോൾ 27 വലിയ മുറികൾ വേണ്ടി വന്നു. ചിത്രഗുപ്തൻ എഴുതിയപ്പോൾ അത്രത്തോളം മുറികൾ വേണ്ടി വന്നു അവരുടെ എഴുതിയ പാപകർമ്മങ്ങളെ എഴുതി വെക്കാനായിട്ട്. പക്ഷെ ഇത്രയും വലിയ പാപികളായിട്ടും നിത്യാംബുരുവിന്റെ കാരുണ്യത്താൽ അവർക്ക് ഒറ്റ നിമിഷം കൊണ്ട് എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മോചനം ലഭിച്ചു. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർത്ത് യമരാജൻ അത്ഭുതപ്പെട്ട് ബോധം കെട്ട് വീണതാണ്. കാരണം യമരാജനും വലിയ ഭക്തനാണല്ലോ ഭഗവാന്റെ. അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ തിരിച്ച് സ്വബോധത്തിൽ കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചെവിയിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ യമദൂതന്മാര് യമരാജന്റെ ചെവിയിൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ജപിച്ചു. അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ യമപുരിയിൽ യമദൂതന്മാര് പോലും സങ്കീർത്തനം ചെയ്തു. എന്നിട്ട് അവിടെ നോക്കിയപ്പോൾ, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചുറ്റുമുള്ള യമദൂതന്മാരെല്ലാവരും ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ച് സങ്കീർത്തനം ചെയ്യുകയാണ്. അന്നേരം ഇവിടെ ഗുരുമഹാരാജ് പറയുന്നു, ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യത്താൽ യമദൂതന്മാർക്ക് കലിയുഗത്തിൽ അധികം വർക്കില്ലെന്ന്. ആരൊക്കെ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നോ അവർക്കെല്ലാം നരകത്തിൽ പോകേണ്ടി വരത്തില്ല എന്ന് ഗുരുമഹാരാജ് ഇവിടെ പറയുന്നു. ഹരേ കൃഷ്ണ. ചൈതന്യ മഹാപ്രഭു എല്ലാവരോടും പ്രചരണം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഗദാധർ പണ്ഡിതനോടും പറഞ്ഞു പ്രചരണം ചെയ്യാനായിട്ട്. അങ്ങനെ ഗദാധർ പണ്ഡിത് ഒരു ഗ്രാമത്തിലേക്ക് പോയിരുന്നു. അവിടെ ചെന്നപ്പോ ആ ഗദാധർ പണ്ഡിത് എന്ന് പറഞ്ഞ സാക്ഷാൽ ശ്രീമതി രാധാറാണിയാണ്. അന്നേരം ഗദാധർ പണ്ഡിതിന്റെ ആ സത്സംഗത്തിൽ പങ്കെടുത്ത അവരെല്ലാവരും പറഞ്ഞു, നമുക്ക് ദീക്ഷ വേണമെന്നു, നമ്മളെല്ലാവരും അങ്ങയുടെ ആശ്രയം എടുക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഇവരെല്ലാവരും അങ്ങയുടെ ആശ്രയത്തിലാണ്, അതുകൊണ്ട് അങ്ങ് ഇനി ഒരിക്കലും ഈ സ്ഥലം വിട്ടു പോകരുതെന്ന്. പക്ഷെ ഗദാധർ പണ്ഡിത് പറഞ്ഞു, അതെനിക്ക് കഴിയില്ല, ഞാൻ ഒരിക്കലും അങ്ങയെ പിരിഞ്ഞിരിക്കത്തില്ലെന്ന്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അല്ല, നീ എപ്പോഴും ഇവരുടെ കൂട്ടത്തിൽ കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വിഗ്രഹങ്ങൾ പോലും ഇല്ലെന്ന് പറഞ്ഞു. ഉടനെ ചൈതന്യ മഹാപ്രഭുവിന്റെ കഴുത്തിൽ ഭഗവാന്റെ ഒരു വിഗ്രഹം ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ വിഗ്രഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ഏറ്റവും പ്രിയപ്പെട്ട വിഗ്രഹമാണ്, ഇത് അങ്ങ് പൂജിക്കാനായിട്ട് വെക്കാൻ പറഞ്ഞു. ഉടനെ ഗദാധർ പണ്ഡിത് പറഞ്ഞു, എനിക്ക് ബുക്കൊന്നുമില്ല, ഞാൻ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുക. ഉടനെ ചൈതന്യ മഹാപ്രഭു സ്വയം എഴുതിയ ഭഗവത്ഗീത, ആ ഭഗവത്ഗീത ഗദാധർ പണ്ഡിതിന്റെ കൊടുക്കുകയാണ്. അന്നേരം ഇന്നും ഖട്വ എന്ന് പറയുന്ന സ്ഥലത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ വിഗ്രഹവും മഹാപ്രഭു സ്വയം എഴുതിയ ഭഗവത്ഗീതയും അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. അന്നേരം ഇങ്ങനെ ആദ്യത്തെ ഭാഗത്തിന്റെ ലീലകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൗരവ ഭാഗവത്തിലെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്
ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കുന്ന മുതലുള്ള ലീലകളാണ്. ഇത് നമുക്ക് നാളെ രാവിലെ എടുക്കാം കേട്ടോ. നാളെ രാവിലെ ചൈതന്യ മഹാപ്രഭു സന്യാസം എടുക്കുന്നത് മുതലുള്ള ലീലകൾ നാളെ രാവിലെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് വന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.